വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഗൈസ്, ഇതാണ് എൻ്റെ പൂച്ച. സ്കിപ്പിക്ക് എന്തോ വയ്യ ഗൈസ്. ഇത് നമ്മളൊരു ഈവനിങ് വ്ളോഗാണ് എടുക്കുന്നത്. ഈവനിങ് ടു നൈറ്റ്. നോർമലി ഉള്ളത് എന്താണ്, കുറച്ച് പ്ലാനിങ് ഉള്ളതാണ്. വന്നേക്ക് ഇങ്ങനെ ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നൊരു പ്ലാനിങ് ഉണ്ടാവും. ഇന്നങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല. അൺപ്ലാനഡ് ആയിട്ടുള്ളൊരു ഈവനിങ് വ്ളോഗാണ് നമ്മളുടെ. ഇപ്പോൾ ഒരു 5:15 ഞാനിപ്പോൾ കോളേജ് ഇങ്ങനെ വിട്ട് വന്നതേ ഉള്ളൂ. മോന് അവിടെ ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഓനെടുത്ത് കൊടുക്കാം. പിന്നെ മമ്മി ഇവിടെ ഇല്ല, മമ്മീൻ്റെ വീട്ടിൽ പോയതാണ്. അപ്പോൾ ആൾക്ക് അതിൻ്റെ സങ്കടമുണ്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ ഉമ്മനെ എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അൺപ്ലാനഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഈവനിങ് വ്ളോഗ് എങ്ങനെയാണ്, ഈവനിങ് ടു നൈറ്റ് എന്താണെന്നുള്ളത് കാണാം. അപ്പോൾ കീപ്പ് വാച്ചിങ്. അങ്ങനെ ഗൈസ്, ഞാൻ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി പോയാൽ മതി. അപ്പോൾ ഞാൻ എന്താക്കി, ഫുഡ് കഴിച്ചിട്ട് സാധാരണ ഞാൻ കോളേജ് വിട്ട് വന്ന പാടന്നെ കഴിക്കും. പക്ഷെ ഇപ്പം അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നേരെ എന്താക്കി, താഴെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ കിച്ചണിൽ പോയി. ഇമ്മ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇമ്മ അങ്ങനെ പറയും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ നേരെ പോയി നോക്കിയപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പപ്പടം എടുത്തു, ചമ്മന്തി എടുത്തു. കറി ഞാൻ കൂട്ടലില്ല, കറിക്ക് എന്തോ ഇടയ്ക്ക് ഇഷ്ടമല്ല, ഇടയ്ക്ക് അധികം ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ എന്താക്കി, ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് നേരെ വണ്ടി എടുത്തിട്ട് മമ്മീനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. അപ്പോൾ വണ്ടിയിൽ പെട്രോൾ കുറവാണ്. അപ്പോൾ ഞാൻ നേരെ എന്താക്കി, പെട്രോൾ പമ്പിൽ പോയി. എന്നിട്ട് ബംഗാളി എന്നോട് ചോദിക്കണം, ഈ എന്തിനാണ് എൻ്റെ വീഡിയോ എടുക്കുന്നത്? നേരെ അവിടുന്ന് പോയി. അപ്പോൾ ആകാശമൊക്കെ ഇങ്ങനെ വേറെ റോസ് കളറ്, നീല കളർ അങ്ങനെയൊക്കെ മിക്സായിട്ട് നല്ല മഴക്കാർ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇപ്പോൾ പകൽ കുറവും രാത്രി കൂടുതലും ഇല്ല. അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ നല്ല ഇരുട്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ ഉള്ളിൽ പോയി. എൻ്റെ അടുത്ത് 3 മഞ്ചുണ്ടായിരുന്നു, എൻ്റെ കസിൻസിന് കൊടുക്കാൻ വേണ്ടി. ഞാൻ അവർക്ക് മഞ്ച് മേടിച്ചിട്ടാണ് പോയത്. അങ്ങനെ നേരെ വാതിലൊക്കെ തുറന്നു, നേരെ പോയിട്ട് ബെല്ലടിച്ചു. ബെല്ലടിച്ചാൽ തന്നെ ഒരു ചെറിയ ആളുണ്ട്, ഓൻ ഓടി വരും. അങ്ങനെ വന്നേക്കന്നെ ഞാൻ വരുന്നൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ആൾ ഒന്ന് സർപ്രൈസായി. അങ്ങനെ ഓൻ നേരെ എന്നെ കൊണ്ടുപോയി. അപ്പോഴും ഓന് ഫുഡ് കഴിക്കുകയാണ്, ഫുഡല്ല ലേസ് കഴിക്കണം. ഞാൻ ചെന്ന പാടന്നെ ഇക്കും തന്നു. അപ്പോൾ ഇന്ന് ഓരെല്ലാവരും കൂടി പോയിട്ട് ലേസും ബിസ്ക്കറ്റും അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു കൊടുക്കണം. ഇതാണ് എൻ്റെ മൂത്തമ്മയാണ് ഇതൊക്കെ മേടിച്ചു കൊടുക്കുന്ന ആൾ. അങ്ങനെ ഒരെണ്ണം ഇങ്കും തന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അതിരുന്ന് കഴിക്കി. ആൻഡ് ഗൈസ്, ഞങ്ങൾ ഒക്കെയും നമ്മളെ വീട്ടിലെത്തി. ഇതാണ് എൻ്റെ മദർ തെരേസ. പിന്നെ നമ്മൾ വീട്ടിൽ കയറി. അപ്പോൾ സ്കിപ്പിനെ തിരഞ്ഞിട്ട് കാണാനില്ല. അപ്പോൾ നോക്കുമ്പോൾ ഒരാളുണ്ട് ബക്കറ്റിലൊക്കെ കയറിയിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ആരും വീട്ടിലുണ്ടായിട്ടില്ല അവനക്ക്. അപ്പോൾ അവനക്ക് ഭയങ്കര ഒരു സങ്കടമൊക്കെ ഉണ്ട്. മറ്റേതൊരു നമ്മൾ കണ്ടാലൊക്കെ ഭയങ്കര ഓണാണ്. പക്ഷെ ഇന്ന് അങ്ങനെ ഒന്നുമല്ല, ഫുൾ ഓഫാണ് ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി തറവാട്ടിക്ക്, എളാപ്പാൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ നമുക്കൊരു വിരുന്നുണ്ട്. ഞാൻ ഒറ്റക്കാണ് ഈ ഇരുട്ടത്ത് പോണത്. ഉള്ള ഫ്ലാഷ് ഞാൻ എൻ്റെ മുഖത്തടിച്ചിട്ടാണ് പോണത്. ചെന്നപ്പോൾ തന്നെ കാണാൻ സാധിച്ചത് ബിരിയാണി ചെമ്പ് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് റൈസും ചിക്കനും ഇങ്ങനെ മാറ്റണ രംഗമാണ് നമുക്ക് കാണാൻ പറ്റിയത് ഗൈസ്. പിന്നെ മറ്റേ സൈഡ് പോയപ്പോൾ ഉണ്ട് ചപ്പാത്തി, പൊറോട്ട, അതൊക്കെ ഇങ്ങനെ വേറെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ടേബിളിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഇന്ന് അവരെ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും വിരുന്നാണ്, നമ്മളെ വിരുന്ന് വിളിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ എവിടെ നിന്നൊക്കെ വിശക്കണുണ്ട്. പിന്നെ എല്ലാവരും ഇരുത്ത കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വീട്ടുകാർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഗൈസ്, ദിസ് ഈസ് അവർ എളാപ്പ. ഹായ് ഹായ്. അങ്ങനെ ചോറ് കിട്ടാത്ത സങ്കടത്തിൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ച്. അതിൽ പൈനാപ്പിൾ മാത്രം നല്ല ഫ്രഷ്, നല്ല അടിപൊളിയായിരുന്നു. ബാക്കിയുള്ളതൊന്നും ഓ മൈ ഗോഡ്. അങ്ങനെ ഓരോ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു. ഞാൻ എന്നിട്ട് റൈസൊക്കെ ഇട്ട് എൻ്റെ അടുത്ത് വീഡിയോ എടുക്കുക വെച്ചിട്ട് ആരും വന്ന് ഇരിക്കണില്ല. പിന്നെ എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയത് ലെഗ് പീസാണ് ഗൈസ്, ലെഗ് പീസ്. അപ്പം ഞാൻ റൈസൊക്കെ കഴിക്കണതിൻ്റെ മുന്നേ തന്നെ ആദ്യം അതങ്ങോട്ട് തിന്നു. പിന്നെ ഈ ലഗോൺ ചിക്കന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണല്ലോ.
പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ റൂമിൽ ചെന്നപ്പോൾ ഫുള്ളിങ്ങനെ ഒരു മെസ്സാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊക്കെ വൃത്തിയാക്കി. ഇപ്പം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ചെറിയൊരു മടിക്കാണ് ഗൈസ്. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മടക്കി വെച്ചു. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു, യൂണിഫോം. അതേപോലെ തന്നെ ഞാൻ ഇടുന്ന ഡ്രസ്സ് ഞാൻ സൺഡേ ആയാലും എല്ലാം കൂടി അങ്ങനെ അലക്കലാണ്. ലാസ്റ്റ് 2-3 ദിവസമൊക്കെ ആകുമ്പോൾ പിന്നെ അത് ഓഫ് ഡേ അല്ലേ, അപ്പോൾ ഞാൻ എല്ലാം കൂടി ആ ഒരു ടൈമിലേക്കാണ് അലക്കൽ. അപ്പോൾ എൻ്റെ യൂണിഫോം ഇല്ലായിരുന്നു, അപ്പോൾ ഞാനത് എല്ലാം കൂടി അലക്കി. പിന്നെ നേരെ താഴെ പോയി കുറച്ച് വെള്ളം നിറച്ചു. പിന്നെ വന്നിട്ട് എനിക്ക് ടേബിൾ അവിടെ ഇട്ട് പഠിക്കണ്ട, കുറച്ച് ബെഡിൻ്റെ സൈഡിലേക്ക് നീക്കുക, എന്നിട്ട് എഴുതാനിരിക്കുക എന്നുള്ളതിൽ ഞാൻ പിന്നെ അത് നേരെ ഇങ്ങോട്ട് നീക്കിയിട്ട് അപ്പോൾ എനിക്ക് കുറച്ച് റെക്കോർഡ് എഴുതി തുടങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചപ്പോൾ നമ്മളെ അടുത്ത ആൾ എത്തി, സ്കിപ്പിങ്. അങ്ങനെ ഞാൻ അവനോടൊരു ഹായൊക്കെ പറയാൻ പറഞ്ഞു. ഷോൻ പറഞ്ഞില്ല ഗൈസ്, എന്താ ചെയ്യാം. പിന്നെ ഞാൻ ഫോണിൽ ഇങ്ങനെ വാട്സപ്പൊക്കെ നോക്കി അതിൽ മെസ്സേജ് അയക്കാനുള്ളതും പിന്നെ നോട്ട്, ഈ റെക്കോർഡിൻ്റെ നോട്ട് എവിടേക്കോ ആണ്. അപ്പോൾ അത് തപ്പിയെടുക്കൽ ഭയങ്കര റിസ്ക്കുള്ളൊരു പരിപാടിയാണ്. കാരണം കുറേ നോട്ട്സ് ഉള്ളപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ എടുക്കാൻ കുറച്ച് പ്രയാസമല്ലേ. അങ്ങനെ പിന്നെ നോട്ടും കാര്യങ്ങളൊക്കെ കിട്ടി ഞാൻ നേരെ എഴുതാനിരുന്ന്. അപ്പോൾ എൻ്റെ അനിയൻ വന്നു. അപ്പോൾ മറ്റാളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ബാഗിൻ്റെ ഉള്ളിലേക്ക് തല കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ എഴുത്തും നടക്കുമല്ലോ, ഇന്നെ തോണ്ടും എന്നിട്ട് അവിടെ പോയിക്കും. എന്താ ചെയ്യുക, ഡിസ്റ്റർബാണ് ഇടക്കാൾ. അങ്ങനെ ഞാൻ പിന്നെ റെക്കോർഡ് കുറേ എഴുതാനുണ്ട്, നമുക്ക് സബ്മിറ്റ് ഡേറ്റ് ഒക്കെ അയക്കണം, എന്നിട്ട് എൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല. എനിക്ക് റെക്കോർഡ് ചെയ്താൽ കുറച്ച് മടിയുള്ള കാര്യമാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഒന്നാമതെന്ന് കുറച്ച് ലേറ്റായും ചെയ്തിരിക്കണേ. പിന്നെ ഫുള്ളിങ്ങനെ ഒരു ഓട്ടം പോലെ അല്ലായിരുന്നു, അവിടെ വരുന്നു ഇവിടെ പോകുന്നു അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വേഗം എഴുതാനുള്ളതൊക്കെ ഒരു 3-4 പേജ് ആ ഒരു ഇരുത്തത്തിൽ അങ്ങോട്ട് തീർത്തു. അങ്ങനെ ഗൈസ് ചെറുതായിട്ട് തന്നെ മടി പിടിച്ചു. അങ്ങനെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് നേരെ ടേബിള് ആദ്യത്തെ സൈഡിൽ തന്നെ കൊണ്ടുപോയിട്ടല്ലേ ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഞാൻ പേടിക്കും. പിന്നെ ആ വാഷിംഗ് മെഷീനിൽ ഇട്ടത് എനിക്ക് നാളെ ഇടാൻ യൂണിഫോം ഇല്ല. അപ്പോൾ ഞാൻ നേരെ അതിന് യൂണിഫോം എടുത്തിട്ട് ഇങ്ങനത്തെ ധീമ ഇട്ടു. എന്നിട്ട് നേരെ വെള്ളം കുടിച്ചിട്ട് ഞാൻ കിടക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക.